നമ്മളൊക്കെ ജീവിതത്തില് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ശരിക്കും ഞാൻ ആരാണ് എന്ന്, അല്ലേ? ആ ഒരൊറ്റ ചോദ്യം, അതിന്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയുണ്ട്. അതാണ് ജ്ഞാനമാർഗം. മനുഷ്യന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴയ ആത്മീയ വഴികളിലൊന്നാണിത്. അറിവിലൂടെ ആത്യന്തികമായ സത്യത്തെ അറിയുന്ന ഈ വഴിയെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യം, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, അവിടെ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പുറത്തേക്കല്ല പോകുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ ഈ യാത്ര എങ്ങോട്ടാണ്? അതിനൊരു വ്യക്തമായ ദിശയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് ഈ ശരീരം, ഇതാണ് ഞാൻ എന്നല്ലേ? ആ ഒരു ധാരണയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. എന്നിട്ട് ഈ കാണുന്ന ലോകം യഥാർത്ഥമല്ല, ഇതൊരു മിഥ്യയാണ്, ഇതിനെല്ലാം അപ്പുറം ശുദ്ധമായ ഒരു ബോധമുണ്ട്, അതുമാത്രമാണ് സത്യം എന്ന ആത്യന്തികമായ തിരിച്ചറിവിലേക്ക്, അവിടേക്കാണ് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് വേദാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് വരാം. കേൾക്കുമ്പോൾ വലുതായി തോന്നുമെങ്കിലും ആശയം വളരെ ലളിതമാണ്. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന, ചെവികൊണ്ട് കേൾക്കുന്ന, തൊട്ടറിയുന്ന ഈ ലോകമുണ്ടല്ലോ, അതൊരു മിഥ്യയാണെന്നാണ് വേദാന്തം പറയുന്നത്. അതായത് ഇതൊരു പൂർണ്ണമായ യാഥാർത്ഥ്യമല്ല, ഇതിനെല്ലാം അപ്പുറം ഒരേയൊരു യാഥാർത്ഥ്യമേ ഉള്ളൂ. അതിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഈ ഒരാശയം, ഇതിനെ ഒന്നുകൂടി ഉഴപ്പിക്കാൻ ആദിശങ്കരാചാര്യരുടെ വളരെ പ്രശസ്തമായൊരു വാക്യമുണ്ട്: ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവനാപര. എന്താ ഇതിനർത്ഥം? ബ്രഹ്മം മാത്രമാണ് സത്യം, ഈ ലോകം ഒരു മിഥ്യയാണ്. ഓരോ ജീവനും, അത് ഞാനായാലും നിങ്ങളായാലും, ആത്യന്തികമായി ബ്രഹ്മം തന്നെയാണ്, അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആ പരമമായ സത്യം തന്നെയാണ്. അപ്പോൾ ഈ വേദാന്തത്തിന്റെ മുഴുവൻ സത്തും അതിനെ വളരെ ശക്തമായ 5 വാക്യങ്ങളിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. മഹാവാക്യങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പരമമായ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള താക്കോലുകളാണ് ഈ 5 വാക്യങ്ങൾ. അതെ, വെറും 5 എണ്ണം. ഈ 5 മഹാവാക്യങ്ങളാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിത്തറ. ഇവ ഓരോന്നും ശരിയായി മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ആ സത്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ആദ്യത്തേത് അഹം ബ്രഹ്മാസ്മി, അതായത് ഞാൻ ബ്രഹ്മമാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താണിതെന്ന് തോന്നും. പക്ഷേ ഇത് നമ്മളെ തന്നെ കാണുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ ഞാൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ശരീരം, എന്റെ ചിന്തകൾ, എന്റെ വികാരങ്ങൾ, ഇതൊക്കെയാണല്ലേ? എന്നാൽ ഈ വാക്യം പറയുന്നത് അതൊന്നുമല്ല ഞാനെന്നാണ്. ആ ഞാൻ എന്നത് ആ പരമമായ ചൈതന്യം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവാണ് അഹം ബ്രഹ്മാസ്മി. ഇനി അടുത്തത് നോക്കാം. തത്വം അസി. അതിന്റെ അർത്ഥം അത് നീയാകുന്നു. ഇവിടെ സംഭവം കുറച്ചും കൂടി വലുതാവുകയാണ്. ഞാൻ മാത്രമല്ല ബ്രഹ്മം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതേ ബ്രഹ്മം തന്നെയാണ്. നമ്മളെല്ലാവരും, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആ ഒരേയൊരു സത്യം തന്നെയാണ്. അതായത് എല്ലാ സൃഷ്ടിയിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ്. മൂന്നാമത്തെ മഹാവാക്യം അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഗംഗയിലെ വെള്ളം, യമുനയിലെ വെള്ളം, നമ്മുടെ പെരിയാറിലെ വെള്ളം, ഇതൊക്കെ പല പുഴകളിലായി ഒഴുകുന്നു അല്ലേ? കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷെ അടിസ്ഥാനപരമായി ഇതെല്ലാം എന്താണ്? വെള്ളം. അതുപോലെ തന്നെയാണ് ആത്മാവും. പല ശരീരങ്ങളിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരിലുമുള്ള ആത്മാവ്, എല്ലാ സൃഷ്ടിയിലുമുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്, അത് ബ്രഹ്മമാണ്. നാലാമത്തെ തത്വത്തിലേക്ക് വരാം. സർവം ഏതത് ബ്രഹ്മൻ. വളരെ മനോഹരമായ ഒരാശയമാണിത്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ഈ കാണുന്ന സർവ്വതും ബ്രഹ്മമാണ്. ഈയൊരു തിരിച്ചറിവിൽ നിന്നാണ് അഹിംസ എന്ന മഹത്തായ ആശയം വരുന്നത്. കാരണം എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഒന്നിനെയും ദ്രോഹിക്കാൻ കഴിയില്ലല്ലോ. ഒരു പുഴുവിനും മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരേ അവകാശമുണ്ട് എന്ന ചിന്ത വരുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു ലോകവീക്ഷണം, ഇത് മറ്റു പലതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാരതീയ തത്വചിന്തയനുസരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ സ്ഥാനമാണുള്ളത്. എന്നാൽ മനുഷ്യനാണ് ഏറ്റവും പ്രധാനം, ബാക്കി എല്ലാ മനുഷ്യനു വേണ്ടിയുള്ളതാണെന്ന് കരുതുന്ന തത്വചിന്തകളും ലോകത്തുണ്ട്. ഇവിടെ അങ്ങനെയല്ല. പുല്ലായാലും എലിയായാലും സിംഹമായാലും ഒരു കല്ലായാലും എല്ലാത്തിലും ഒരേ ദൈവികതയെ കാണുന്ന ഒരു ദർശനമാണിത്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ മഹാവാക്യം
പ്രജ്ഞാനം ബ്രഹ്മ, അതായത് ബോധം ബ്രഹ്മമാണ്. അപ്പോൾ എന്താണ് ഈ പരമമായ യാഥാർത്ഥ്യം? അത് ശുദ്ധമായ ബോധമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബുദ്ധിയും ബോധവും ഒന്നല്ല. ബുദ്ധിയെന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായും ചിന്തകളുമായുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ബോധം അങ്ങനെയല്ല. അത് ആത്മീയമായ തലത്തിലുള്ള അറിവാണ്. പാപം, പുണ്യം, സന്തോഷം, ദുഃഖം ഇതിനെല്ലാം അതീതമാണത്. ശരി, അപ്പോൾ ഈ 5 തത്വങ്ങളും നമ്മൾ കേട്ടു. ഇതൊക്കെ കേട്ടാൽ മാത്രം മതിയോ? പോരാ. ഈ അറിവിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകണമെങ്കിൽ ഒരു സാധകന്, അതായത് ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് പ്രധാനമായും 3 യോഗ്യതകൾ വേണം. ആ 3 എണ്ണമാണ് വിവേകം, വൈരാഗ്യം, പിന്നെ മുമുക്ഷുത്വം. എന്താണ് വിവേകം? നിത്യമായതേതാണ്, അനിത്യമായതേതാണ്? അതായത് എക്കാലവും നിലനിൽക്കുന്ന സത്യമേതാണ്, താൽക്കാലികമായ ലോകത്തിലെ കാര്യങ്ങളേതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ആ ഒരു തിരിച്ചറിവ് വന്നാൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? താൽക്കാലികമായ സുഖങ്ങളോടും വസ്തുക്കളോടും നമുക്കൊരു അകൽച്ച തോന്നും. അതിനെയാണ് വൈരാഗ്യം അഥവാ അനാസക്തി എന്നു പറയുന്നത്. ഇനി മൂന്നാമത്തത് മുമുക്ഷുത്വം. ഇതാണ് ഏറ്റവും പ്രധാനം. എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചനം നേടണം, ആ പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുള്ള തീവ്രമായ കത്തിജ്വലിക്കുന്നൊരാഗ്രഹമാണത്. അതിന്റെ തീവ്രത ബോധത്തെ ഒരു ഉദാഹരണം പറയാറുണ്ട്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാള്, അയാൾക്ക് ആ സമയത്ത് മറ്റെന്തെങ്കിലും ചിന്തയുണ്ടാവോ? ഇല്ല. ഒരു ശ്വാസത്തിനു വേണ്ടി അയാൾ പിടയില്ലേ? അതുപോലൊരു പിടച്ചിൽ. ആത്യന്തികമായ സത്യമറിയാനുള്ള ആ ഒരു ദാഹമാണത്. അപ്പോ ഈ പറഞ്ഞ ജ്ഞാനമൊക്കെ നേടിയൊരാള്, ഈ ഒരു ബോധത്തിൽ ജീവിക്കുന്നൊരാള് എങ്ങനെയായിരിക്കും അയാളുടെ മാനസികാവസ്ഥ? ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു പഴയ കഥയുണ്ട്. ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തിയും ഒരു സാധാരണ സന്യാസിയും തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ കഥ. കഥ നടക്കുന്നത് ഇങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ അലക്സാണ്ടർ സർവ്വതും തന്റെ കാൽക്കീഴാണെന്ന അഹങ്കാരത്തോടെ നിൽക്കുന്നു. അദ്ദേഹം ഒരു വനത്തിൽ വെച്ച് വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു സന്യാസിയെ കണ്ടുമുട്ടുന്നു. അപ്പോ ചക്രവർത്തിക്ക് ഒരു അഹങ്കാരമുണ്ട്. തനിക്ക് ഈ ലോകത്ത് എന്തും നൽകാൻ കഴിയും. ആ ഒരു ഭാവത്തിൽ അദ്ദേഹം സന്യാസിയോട് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ സന്യാസിയുടെ മറുപടി വളരെ ശാന്തമായിരുന്നു, വളരെ ലളിതമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും വേണ്ട, അങ്ങ് ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് മാറിയാൽ മതി. ചക്രവർത്തിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സന്യാസി കൂട്ടിച്ചേർത്തു, അങ്ങ് എന്റെ സൂര്യപ്രകാശത്തെയാണ് മറയ്ക്കുന്നത്. കണ്ടോ, ആത്മബോധത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവർത്തിയും ഒരു യാചകനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവർക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ, ആ ദിവ്യമായ പ്രകാശത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. ഈ ഒരു ആശയത്തിന്റെ എല്ലാം സത്ത ഉൾക്കൊള്ളുന്ന ശങ്കരാചാര്യരുടെ വരികളുണ്ട്. ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. ഇതിന്റെ അർത്ഥം ഞാൻ ബോധത്തിന്റെയും ആനന്ദത്തിന്റെയും രൂപമാണ്, ഞാൻ ശിവമാണ് എന്നാണ്. ആത്യന്തികമായി നമ്മളെല്ലാവരും ആ നിത്യമായ ആനന്ദത്തിന്റെ, ആ ശുദ്ധമായ ബോധത്തിന്റെ രൂപം തന്നെയാണ്. അപ്പോൾ അവസാനം ഈ പുരാതനമായ ജ്ഞാനം നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നുണ്ട്. ആ സന്യാസിക്ക് സൂര്യപ്രകാശം തടഞ്ഞത് അലക്സാണ്ടറായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ആ വെളിച്ചത്തെ, ആ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നതെന്താണ്?